പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന അതാണ്. എനിക്കൊരു ആദ്യം അയച്ചിരുന്ന 5 പേരുടെ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇങ്ങനെ ഫോട്ടോ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ എൻ്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടണിലുള്ള ബെല്ലേക്ക് കൂടി പ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നത് അൻഷാദിയ കൊല്ലം എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. വീട് എനിക്ക് തോന്നുന്നു കൊല്ലത്തെ കുട്ടിയത്തോ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പിക്കാണ്. എനിക്ക് മിസ്റ്റേക്കുകളൊന്നും ഈ ഫോട്ടോയിൽ നിന്നും അധികം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പുള്ളിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഷർട്ടാണ്, ബ്ലാക്ക് ലൈൻ ഷർട്ടാണ്. അതിനോടൊപ്പം നമുക്ക് മലയാളികൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഇതും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ഈ പിക്കിൽ എനിക്ക് ആദ്യമായിട്ട് മിസ്റ്റേക്കുകളൊന്നുമില്ല. നല്ലൊരു പിക്കാണ്, വേറെ എനിക്കൊന്നും പറയാനില്ല. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പിക്കാണ്. അപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നത് ഫൈസൽ ക്ലാബന എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അദ്ദേഹം ഒരു ബ്ലാക്ക് ഷർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം അദ്ദേഹം ഒരു ചീനോസ് വെച്ച് കോമ്പിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ചീനോസ് അത് തമ്മിൽ നല്ല ഒരു കോമ്പിനേഷനുള്ള കളറുകളാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രിന്റഡ് ഷർട്ടാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഷൂ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ലോങ് സോക്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ലോങ് സോക്സിനോട് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ലോങ് സോക്സുകൾ നിങ്ങൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യരുത്. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ആംഗിൾ സോക്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റൈലിഷ് ആയിരിക്കും കാണാൻ. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മിസ്റ്റേക്കുകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നത് നമ്മുടെ രാഹുൽ ദാസ് എന്ന് പറയുന്ന എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയുടെ റിവ്യൂയിലേക്ക് പോകാം. ആ ഫോട്ടോ അവൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ചെക്കിൽ ഷർട്ടാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല കളർ, നല്ല കോമ്പിനേഷനുള്ള ഒരു ചെക്കിൽ ഷർട്ടാണ് അവൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഹെയർ ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജീൻസ് ആണെന്ന് തോന്നുന്നു അതിനോടൊപ്പം യൂസ് ചെയ്തിരിക്കുക. കളർ കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ബ്ലൂ ജീൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അവൻ ആ ജീൻസ് യൂസ് ചെയ്യുമ്പോൾ അവൻ കുറച്ചുകൂടെ ആൾട്ടർ ചെയ്തിട്ട് അവൻ്റെ ഒരു ലെങ്ത് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവുമായിരുന്നു തോന്നുന്നു. അതുപോലെ തന്നെ ആ ഒരു ചെരുപ്പിന് പകരം അവൻ ഷൂ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിരുന്നു അവൻ്റെ ഔട്ട്ഫിറ്റ് കാണാൻ. അപ്പോൾ ഈ കാര്യങ്ങളോട് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അവരോട് പേഴ്സണലി പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഫോട്ടോയിൽ എനിക്ക് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നാലാമതായിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നത് നൗഫൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. നൗഫലിന്റെ വീട് എനിക്ക് ഓച്ചിറയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇതിനോടുള്ള മിസ്റ്റേക്ക്, ഈ ഫോട്ടോയിൽ എനിക്ക് തോന്നിയ മിസ്റ്റേക്ക് എന്താണെന്ന് ആദ്യം പറയാം. അതായത് ആസിഫ് വാഷ് പാൻ്റാണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. കാര്യം കുറച്ച് നാൾ മുമ്പ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാൻറ്റുകൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ പുള്ളി ആ ഒരു ഷർട്ടിന് ചേരുന്ന ഒരു പാൻറ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ കളർ കോമ്പിനേഷൻ ഓക്കെയാണ്. പിന്നെ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ കയ്യിൽ ഒരു ബാൻഡ് ഉണ്ട്. ബാൻഡ് 3 ആണെന്ന് തോന്നുന്നു. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. പിന്നെ ഷൂ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അത് ഫുള്ളായിട്ടുള്ള ഒരു പിക്ക് അല്ലേ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഫോട്ടോയാണ്. എനിക്ക് ഈ ഫോട്ടോയിൽ കൂടുതലായിട്ട് മിസ്റ്റേക്കുകളൊന്നും കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അഞ്ചാമതായിട്ട് ഫോട്ടോ ചെയ്തിരിക്കുന്നത് ജാബർ മലപ്പുറം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് പുള്ളി ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ഹുഡീസാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ യെല്ലോ ഹുഡീസ് ധരിച്ചപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ലെങ്ത്, എനിക്ക് ആ യെല്ലോ ഹുഡീസിന് കുറച്ച് ലെങ്ത് കൂടുതലാണ് തോന്നുന്നത്. കാര്യം ഈ ഒരു ഫോട്ടോ മാത്രമല്ല, ഇതിന് കൂടെ മറ്റൊരു ഫോട്ടോ ആ കൂട്ടുകാരൻ അയച്ചു തന്നിരുന്നു. ഈ ഡ്രസ്സ്, ഈ ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ടുള്ള മറ്റൊരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ ഹുഡീസിന് ഇച്ചിരി ഇറക്കം കൂടുതലാണ്, ഇച്ചിരി ലെങ്ത് കൂടുതലാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലെങ്തുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആ യെല്ലോയ്ക്ക് ചേരുന്ന കോമ്പിനേറ്റ് ചെയ്യുന്ന ഒരു കളറായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് പുള്ളി ആ ഒരു പാൻറ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. പിന്നെ പുള്ളി പോക്കറ്റിൽ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെയുള്ള സ്കിൻ ഫിറ്റ് പാൻറ്റുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മൊബൈലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ഫ്രണ്ട് പോക്കറ്റിൽ കീപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം അതിങ്ങനെ ഒരു ഇച്ചിരി പൊങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും മുഴച്ചിരിക്കുക. അപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ആളുടെ ശ്രദ്ധ പോകുന്നത് ഈ ഒരു സാധനത്തിലേക്ക് മാത്രമാവും. അത് നമ്മുടെ ഔട്ട്ഫിറ്റിനെ, നമ്മുടെ സ്റ്റൈലിനെ ഇത് ഒന്ന് ഫേഡ് ചെയ്ത് കളയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്കിൻ ഫിറ്റ് ജീൻസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാൻറ്റുകളൊക്കെ ധരിക്കുമ്പോൾ നമ്മളിങ്ങനെ പോക്കറ്റിൽ എന്തെങ്കിലും സാധനം വെക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കിയെല്ലാം ഈ പിക്കിൽ ഓക്കെയാണ്. നല്ലൊരു പിക്കാണ്. നല്ല കോമ്പിനേഷൻ, നല്ല കളർ കോമ്പിനേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പുള്ളി എടുത്തിട്ടുള്ള പിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ ചെയ്തത് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ കുറച്ച് റിവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോ അയച്ചിട്ടാണെങ്കിൽ അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആദ്യം അയക്കുന്ന 5 പേരുടെ ഫോട്ടോ ആയിരിക്കും അടുത്ത ആഴ്ച നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട്. നമ്മുടെ പേര് തന്നെ എനിക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പിക്കുകൾ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ